ഈ 3 ഐറ്റം എന്തായാലും എല്ലാവരുടെയും കയ്യിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ചുള്ളിക്കമ്പ്, ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് ക്യാപ്പ്, കുറച്ച് മെറ്റൽസ്. ഈ ട്രാൻസ്പെറൻറ്റ് ക്യാപ്പ് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഇനി ലാസ്റ്റ് പറയാതെ, അതൊരു സീക്രട്ടാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ക്യാപ്പ് ഇല്ലയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട, കുറച്ച് കാർഡ്ബോർഡ് ആയാലും മതി, ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ മെറ്റൽസ് ഇല്ലെന്നും പറഞ്ഞിട്ടും വിഷമിക്കേണ്ട, കുറച്ച് മുറ്റത്തെ കല്ലായാലും മതി. ഇപ്പോൾ കല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ മെറ്റൽ ഫുള്ള് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒരു മെറ്റൽ വെക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. അതിനുശേഷം നമ്മുടെ ചുള്ളിക്കമ്പുകളില്ലേ, അതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതും നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാപ്പ് ഇല്ലാതെ വേണം ഒട്ടിച്ചെടുക്കാൻ. ഗ്യാപ്പ് ഇല്ലാതെ വേണം ഒട്ടിച്ചെടുക്കുന്നതെന്ന് പറയുമ്പം, നമ്മൾ മെറ്റൽ ഉപയോഗിച്ചപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടില്ലായിരുന്നോ, അവിടെ ചുള്ളിക്കമ്പ് ഒട്ടിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലായിടവും നല്ല തിക്കായിട്ട് ഒട്ടിച്ചാൽ മതി. ഇപ്പം ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അതുകൊണ്ട് ഇതേവിടെ പോലെ ഗ്യാപ്പ് ഇട്ടേക്കണം. ആ ഗ്യാപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനകത്തൂടെയാണ് ഫെയറി ലൈറ്റ് വെക്കേണ്ടത്. അതിനകത്തൂടെ ഫെയറി ലൈറ്റ് വെച്ചിട്ടുള്ള വ്യൂ ആണ് ഇത്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ഫെയറി ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അതിനാണ് ട്രാൻസ്പെറൻറ്റ് ഗ്യാപ്പ്. നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക, ഈ ട്രാൻസ്പെറൻറ്റ് ഗ്യാപ്പ് അതിന് മുകളിൽ വെക്കുക. ആ വ്യൂ എങ്ങനെയുണ്ട്? ആ വ്യൂ ആണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.